പക്ഷേ ഇൻ കേസ് ഇഫ് ഇറ്റ് ഇസ് ലൈക്ക് ആ ഒരു എന്താണ് പാനിക്കായ ഒരു കുട്ടികൾ പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയോ ഇല്ലെങ്കിൽ എക്സാം എഴുതുന്ന സമയത്ത് അത് ഫേവറബിൾ അല്ല, നോർമലി ഇപ്പോൾ കിട്ടിയ മാർക്കിനേക്കാൾ കുറവാണെങ്കിൽ ആ കുട്ടികളുടെ അവസ്ഥ വീണ്ടും നമ്മൾ ഫേസ് ചെയ്യേണ്ടത്. ഹായ് ഓൾ, ആസ് എ ടീച്ചർ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ബിക്കോസ് ആസ് യു നോ ദറ്റ് NTA നീറ്റ് ക്യാൻസൽ ചെയ്തെന്നും റീനീറ്റ് നടത്തുന്നെന്നുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒത്തിരി കുട്ടികളാണ് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് നിങ്ങൾക്കറിയാലോ, ഒത്തിരി കുട്ടികൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് എക്സാം എഴുതി, ഒരു വർഷത്തെ എഫേർട്ടാണ്. ബിക്കോസ് ഒരു വർഷം ചില കുട്ടികളൊക്കെ നന്നായിട്ട് രാവും പകലും പഠിച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഈ എക്സാം എഴുതുന്നത്. ഇത്രയും കഷ്ടപ്പെട്ട് എക്സാം എഴുതിയതിന് ശേഷം നല്ല സ്കോർ വാങ്ങിച്ച് ഇനി എന്തായാലും കിട്ടി എന്ന് പറഞ്ഞ് സന്തോഷിച്ച് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്ന കുട്ടികളുണ്ടാവും. അതേപോലെ കുറച്ച് ബുദ്ധിമുട്ടിയ കുട്ടികളുണ്ടാവും. രണ്ട് ക്രൈറ്റീരിയാസ് ഉള്ള കുട്ടികളുണ്ടാവും. പക്ഷേ ഈ കുട്ടികൾ ഓൾറെഡി എനിക്ക് മെഡിക്കൽ കോളേജ് കിട്ടിയെന്ന് സ്വപ്നം കണ്ട കുട്ടികളാണ് ഇപ്പോൾ കരയുന്നത്. ബിക്കോസ് അവർ പറയണത് ഒരു വർഷം കഷ്ടപ്പെട്ട് നമ്മൾ ഇങ്ങനെ എക്സാം എഴുതി എളുപ്പമായി എനിക്ക് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി, ഞാൻ ഉറപ്പിച്ച സമയത്താണ് ഈ റീനീറ്റ് വരുന്നത്. എത്രമാത്രം കുട്ടികൾ പാനിക് ആവും എന്നുള്ളത് നമ്മളെ ടീച്ചേഴ്സിൻ്റെ സൈഡിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. ബിക്കോസ് ലിറ്ററലി കുട്ടികൾ നമ്മളെ വിളിച്ച് കരയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കരയുമ്പോൾ നമ്മൾ എത്രമാത്രം നമുക്ക് ഐ ക്യാൻ ഫീൽ ദാറ്റ്. ബിക്കോസ് കുട്ടികൾ കരയുമ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനത്തെ കുട്ടികൾ നമ്മൾ വീണ്ടും റീനീറ്റ് വെച്ച് ഓക്കെ ദേ ആർ പ്രിപ്പയറിങ്. ബിക്കോസ് ഞങ്ങൾ നല്ല കട്ടയ്ക്ക് അവരോട് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ ഇന്ന് മുതൽ തന്നെ നമ്മൾ പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കുട്ടികൾ റെഡിയാക്കി കൊണ്ടുവരും. പക്ഷേ ഇൻ കേസ് ഇഫ് ഇറ്റ് ഇസ് ലൈക്ക് ആ ഒരു പാനിക്കായ ഒരു കുട്ടികൾ പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയോ ഇല്ലെങ്കിൽ എക്സാം എഴുതുന്ന സമയത്ത് അത് ഫേവറബിൾ അല്ല, നോർമലി ഇപ്പോൾ കിട്ടിയ മാർക്കിനേക്കാൾ കുറവാണെങ്കിൽ ആ കുട്ടികളുടെ അവസ്ഥ വീണ്ടും നമ്മൾ ഫേസ് ചെയ്യേണ്ടത്. ഇതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടി കെയർഫുള്ളി എക്സാം നടത്താൻ എന്തായാലും ശ്രദ്ധിക്കണമുള്ള റിക്വസ്റ്റ് ആണ് ഞങ്ങളെ സൈഡിൽ നിന്നുള്ളത്. ബിക്കോസ് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് ഈ എക്സാം നടക്കുന്നത്. ആ ടൈമിൽ കുറച്ചുകൂടി ഒന്ന് കെയർഫുള്ളായിട്ട് നടത്തുമായിരുന്നെങ്കിൽ അല്ലേ അതിൻ്റെ ശരിക്കും എക്സാമിൻ്റെ ക്രെഡിബിലിറ്റിയെ അവിടെ പോയി. അപ്പോൾ ആ കുട്ടികൾക്ക് നമ്മൾ എന്ത് ആൻസറാണ് പറയാനുള്ളത്? ആ രണ്ടാമത് മിസ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ മാർക്ക് കിട്ടുമോ എന്ന് പറഞ്ഞിട്ടാണ് കുട്ടികൾ കരയുന്നത്. അപ്പോൾ അതിനും നമ്മൾ റെസ്പോൺസിബിലിറ്റി ആയിട്ട് പറയേണ്ട ഒരു കാര്യമുണ്ട്. എന്തായാലും വളരെ വിഷമമുള്ള കാര്യമാണ്. ബട്ട് എന്തായാലും ഞങ്ങളെല്ലാ ടീച്ചേഴ്സും സൈലത്തിൻ്റെ എല്ലാ ടീച്ചേഴ്സും കൂടെ ഞങ്ങൾ നിന്ന് കുട്ടികളെ സപ്പോർട്ട് ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുപോകുക തന്നെ ചെയ്യും. എക്സാം കുട്ടികൾ ഫേസ് ചെയ്യുന്നത് ചെയ്യും. ബട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. കുട്ടികൾക്കും ആ ഡൗട്ട് ഉണ്ട്, ഇനി എഴുതിയാൽ എങ്ങനെയായിരിക്കും, ഇതിന് എന്ത് ആൻസർ പറയുന്നുള്ളത് നമുക്കൊന്നും പറയാനില്ല. സോ ഈ ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഞാൻ വന്നത്. ഇറ്റ്സ് ലൈക്ക് വെരി സാഡ് ടു ഹിയർ ദറ്റ് റീനീറ്റ് നടത്തുമ്പോൾ കുട്ടികളുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യം.